എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ കുറച്ച് MCQs ആണ്. അപ്പോൾ കുറച്ച് ടൈമേ നമുക്ക് എക്സാമിനായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറേ MCQs വർക്കൗട്ട് ചെയ്യുമ്പം കുറേ പോർഷൻസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ DBMSൻ്റെ കുറേ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി നോർമൽ ഫോം എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഈസ് കൺവേർട്ടഡ് ടു ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സ്. In the dash normal form, a composite attribute is converted to individual attributes. ഓപ്ഷൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ആൻസർ ഏതായിരിക്കും? ആൻസർ ഫസ്റ്റ് നോർമൽ ഫോം അല്ലെങ്കിൽ 1NF എന്ന് പറയും. അതിലാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആട്രിബ്യൂട്ട്സ് ആക്കുന്നത്. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു സ്മാളർ സബ് പാർട്സ് വിച്ച് റെപ്രസെൻറ്റ് മോർ ബേസിക് ആട്രിബ്യൂട്ട്സ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് മീനിങ്സ്. അതായത് ഈ ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ സബ് പാർട്സ് ആയിട്ട് മാറ്റും. അതിൽ ഓരോ ആട്രിബ്യൂട്ടും ഓരോ ഇൻഡിപെൻഡൻറ്റ് മീനിങ്സ് ഉള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ഇതാണ് ആൻസർ. നമ്മുടെ കയ്യിൽ ഒരു നെയിം എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ നമുക്ക് ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ സെക്കൻഡ് നെയിം ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഒരു സിൻടാക്സ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റുഡൻറ്റ്, ഒരു പർട്ടിക്കുലർ ID ഉള്ള ഒരു സ്റ്റുഡൻറ്റ്, അതിൻ്റെ പേര്. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റിൻ്റെ ID എന്ന് പറയുന്നത് 101 ആണ്. സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഒരു ഡബിൾ നെയിമുള്ള ഒരു നെയിമായിരിക്കും. ഒരു അരുൺ കുമാർ എന്നാണ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം. അപ്പം ആഫ്റ്റർ 1NF നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആട്രിബ്യൂട്ട്സ് 3 മാറും. സ്റ്റുഡൻറ്റ് ID വരും, അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം, പിന്നെ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സെക്കൻഡ് നെയിം. ഓക്കെ, സെക്കൻഡ് നെയിം എന്ന് കൊടുക്കാം. അപ്പോൾ സ്റ്റുഡൻറ്റ് ID 101, ഫസ്റ്റ് നെയിം അരുൺ, സെക്കൻഡ് നെയിം കുമാർ. ഓക്കെ, ഇങ്ങനെയാണ് 1NF. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു സെലക്ട് ഓൾ കോളംസ് ഫ്രം ദ ടേബിൾ ദ സിൻടാക്സ് ഈസ്. ഓപ്ഷൻസ്: സെലക്ട് ഓൾ ഫ്രം ദ ടേബിൾ നെയിം, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം, സെലക്ട് ഫ്രം ദ ടേബിൾ നെയിം, നൺ ഓഫ് ദി എബോ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എന്നാണ്. അതായത് നമുക്കൊരു ടേബിളുണ്ട്, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ടേബിളുണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡേറ്റ് എങ്ങനെ എടുക്കും? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്. എങ്ങനെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ ഈസ് കോൾഡ് ആസ് ഇറ്റ്സ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി, ഡിഗ്രിയാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് കോളംസ് ആണ്. അങ്ങനെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റോസ്. അപ്പോൾ കാർഡിനാലിറ്റി എന്ന് പറയുമ്പം നമ്പർ ഓഫ് റോസ് ആണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DBMS ഈസ് എ കളക്ഷൻ ഓഫ് ഡാഷ് ദാറ്റ് ഇനേബിൾസ് യൂസർ ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ എ ഡേറ്റാബേസ്. എന്താണ് ആൻസർ? ഓപ്ഷൻസ് ഉണ്ട്: കീസ്, ട്രാൻസ്ലേറ്റേഴ്സ്, പ്രോഗ്രാം ആൻഡ് ലാംഗ്വേജ് ആക്ടിവിറ്റി. ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, പ്രോഗ്രാമാണ് ആൻസർ. നമുക്കറിയാം DBMS എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ്. ദാറ്റ് ഇനേബിൾസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ എ ഡേറ്റാബേസ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? DBMSൻ്റെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടേബിൾസ് ആൻഡ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഇൻസേർട്ടിങ്, അപ്ഡേറ്റിംഗ്, ഡിലീറ്റിംഗ് ഡേറ്റ, പിന്നെ ക്വറിയിങ് ഡേറ്റ യൂസിങ് SQL, എൻഷുറിങ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി, പ്രൊവൈഡിങ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. ഇതൊക്കെയാണ് DBMSൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the dash operator preserves unmatched rows of the relations being joined. Options: inner join, outer join, union join. ആൻസർ ഏതാണ്? ഔട്ടർ ജോയിൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി, ഔട്ടർ ജോയിൻ. അതായത് ഒരു SQL ഔട്ടർ ജോയിൻ റിട്ടേൺസ് മാച്ച് റോസ് എലോങ് വിത്ത് അൺമാച്ച്ഡ് റോസ് ഫ്രം വൺ ഓർ ബോത്ത് ടേബിൾസ്.
ഓക്കെ, ഇതിൽ ഔട്ടർ ജോയിൻസിന് പല ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പാണുള്ളത്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, റൈറ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, ഫുൾ ഔട്ടർ ജോയിൻ ഉണ്ട്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുമ്പം പ്രിസർവ്സ് അൺമാച്ച്ഡ് റോസ് ഫ്രം ദി ലെഫ്റ്റ് ടേബിൾ. ഓക്കെ, റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞാൽ പ്രിസർവ്സ് unmatched rows from the right table, and full outer join preserves unmatched rows from both tables. Next question, a top to bottom relationship among the items in a database is established by a options: hierarchical schema, network schema, relational schema, all of the above. Answer ഏതാണ്? ഹയറാർക്കിയൽ സ്കീമ, ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഒരു ഹയറാർക്കിയൽ ഡേറ്റ മോഡൽ എങ്ങനെയാണ് ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്യുന്നത്? ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറായിട്ടായിരിക്കും. അവിടെ ഓരോ ചൈൽഡിന് ഒരു പേരൻറ്റേ കാണത്തുള്ളൂ, പക്ഷേ ഒരു പേരൻറ്റിന് മൾട്ടിപ്പിൾ ചിൽഡ്രൻസും ഉണ്ടാകാം. ഇത് ഒരു ടോപ്പ് ടു ബോട്ടം പേരൻറ്റ് ടു ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് ഹയറാർക്കിയൽ സ്കീമ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനി എടുക്കുകയാണെങ്കിൽ കമ്പനിക്ക് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് 1, 2, 3 എന്നൊക്കെ. ഓക്കെ, ഇതാണ് ഒരു ടോപ്പ് ഡൗൺ സ്ട്രക്ചർ തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DFD സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റ ഫ്ലോ ഡോക്യുമെൻറ്റ്, ഡേറ്റ ഫയൽ ഡയഗ്രാം, ഡേറ്റ ഫ്ലോ ഡയഗ്രാം, നൺ ഓഫ് ദി എബോവ്. DFD സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ആൻസർ? ഡേറ്റ ഫ്ലോ ഡയഗ്രാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹൗ ഡേറ്റ ഫ്ലോസ് ത്രൂ എ സിസ്റ്റം, അതുപോലെ തന്നെ ദ പ്രോസസ്സസ്, ഡേറ്റ സ്റ്റോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് ഇൻവോൾവ്. ഇപ്പോൾ ഇതിനകത്ത് പ്രോസസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ സ്റ്റോഴ്സ് ഉണ്ട്, ഡേറ്റ ഫ്ലോസ്, എക്സ്റ്റേണൽ എൻറ്റിറ്റീസ്. ഇത് ഇത്രയും കൂടി ഇൻക്ലൂഡ് ആവുന്നതാണ് ഒരു DFD എന്ന് പറയുന്നത്. Next question, a dash does not have a distinguishing attribute if its own and mostly are independent entities which are part of some other entity. Options: a weak entity, strong entity, non-attributes entity, dependent entity. Answer ഏതാണ്? ആൻസർ വീക്ക് എൻറ്റിറ്റി ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഒരു വീക്ക് എൻറ്റിറ്റിക്ക് എന്തില്ല, ഡസ് നോട്ട് ഹാവ് എ ഡിസ്റ്റിങ്ക്യൂഷിങ് ആട്രിബ്യൂട്ട് ഓഫ് ഇറ്റ്സ് ഓൺ ആൻഡ് ഈസ് മോസ്റ്റ്ലി ഇത് എപ്പോഴും ഒരു ഡിപ്പെൻഡൻറ്റ് എൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയുടെ പാർട്ടായിട്ടാണ് വീക്ക് എൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് വീക്ക് എൻറ്റിറ്റി കനോട്ട് ബി യുണീക്ലി ഐഡൻറ്റിഫൈ ബൈ ഇറ്റ്സ് ഓൺ ആട്രിബ്യൂട്ട്സ് എലോൺ. ഇതെപ്പോഴും എന്തായിരിക്കും, ഒരു സ്ട്രോങ് എൻറ്റിറ്റി യൂസ് ചെയ്യും അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ, the number of tuples in a relation is called is dash while the number of attributes in a relation is called its dash. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് തന്നെയാണ്. എന്താണ് നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ എ റിലേഷൻ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് നമ്പർ ഓഫ് ടപ്പിൾസിനെ എന്തെന്നാണ് പറയുന്നത്? കാർഡിനാലിറ്റി എന്നും, അതുപോലെ തന്നെ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് അഥവാ കോളംസിനെ ഡിഗ്രി എന്നുമാണ് പറയുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്പെസിഫൈസ് എ സെർച്ച് കണ്ടീഷൻ ഫോർ എ ഗ്രൂപ്പ് ഓർ ആൻ അഗ്രിഗേറ്റ്. ഓപ്ഷൻസ്: ഗ്രൂപ്പ് ബൈ ക്ലോസ്, ഹാവിങ് ക്ലോസ്, ഫ്രം ക്ലോസ്, വെയർ ക്ലോസ്. ആൻസർ എന്താണ്? ഹാവിങ് ക്ലോസ് ആണ് ആൻസർ. അതായത് ഹാവിങ് സ്പെസിഫൈസ് എ സെർച്ച് കണ്ടീഷൻ ഫോർ എ ഗ്രൂപ്പ് ഓർ ആൻ അഗ്രിഗേറ്റ്. ഹാവിങ് ക്ലോസ് ഗ്രൂപ്പ്സിനെയൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ വെയർ ക്ലോസ് ആണെങ്കിലോ, വെയർ ക്ലോസ് റോസിനെയൊക്കെ ഫിൽട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.